ഒരു സ്നേഹത്താരാട്ട് പോലെ നമ്മുടെ ഹൃദയത്തിൽ സ്പർശമാകുന്ന ഈരടികൾ, നമ്മെ നേർവഴിക്ക് നയിക്കാൻ ഉണർവേകുന്ന സാരോപദേശം. ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ. ഗാനഗന്ധർവന്റെ മാസ്മരിക നാദത്തിൽ ഈ ഗാനം പെയ്തിറങ്ങുന്നത് ആത്മാവിന്റെ ആഴങ്ങളിലേക്കാണ്. നമ്മുടെ അന്തരംഗങ്ങളിൽ നന്മ നിറഞ്ഞ ഈ സ്നേഹ സന്ദേശം പകർന്നേകാൻ ദൈവകൃപയുടെ തണലിൽ തൂലിക ചലിപ്പിച്ച ഗാനരചയിതാവ് പ്രസ്തുത ഗാനത്തിന്റെ പിറവിയെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. ഏതായാലും ആ ചിന്തയിൽ നിന്ന് ഉണർവായ ഈരടിയാണ് ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. എറണാകുളത്ത് അമ്മനത്തുള്ള ബഹുമാനപ്പെട്ട ടോമിൻ തച്ചങ്കരി സാറിൻ്റെ റിയാൻ സ്റ്റുഡിയോയിൽ ഞങ്ങളിങ്ങനെ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്ത് അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങളെ കാണാൻ രണ്ടുപേര് വന്നു. ഞാനും വ്യക്തിപരമായി അത് ധ്യാനിക്കാറുണ്ട്. കാരണം എന്നോട് തന്നെ പറയണം, ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ എന്ന് എന്നോട് തന്നെ പറഞ്ഞ് ഞാനത് ധ്യാനിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, അതെ, ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ. ഒരു പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഗാനം കേട്ടിട്ടുണ്ടാവാം. എൻ്റെ എളിയ ഗാനരചനാ മേഖലയിൽ ഓരോ ഗാനവും ഉറവെടുക്കുന്നതിന് മുൻപ് അതിന് തക്കതായ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്നും സാംശീകരിക്കുന്ന ആശയങ്ങളാണ് പലപ്പോഴും ഗാനരചനയായി പുറത്തു വരിക. അങ്ങനെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുന്നു. ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ എന്ന ആ ഗാനം എങ്ങനെ പിറവിയെടുത്തു എന്നതുകൂടിയാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ പങ്കുവയ്ക്കുക. വർഷങ്ങൾക്ക് മുൻപ് ഒരു വർഷാവസാന രാത്രി ഒരു ദൈവാലയത്തിലെ ബഹുമാന്യനായ വൈദികൻ എന്നെ ഒരാഴ്ച മുൻപേ വിളിച്ചിട്ട് പറഞ്ഞു, ബേബി ജോണെ, ഞങ്ങളുടെ ദേവാലയത്തിൽ വർഷാവസാനം പ്രമാണിച്ച് രാത്രിയിൽ ദൈവാലയത്തിൽ ആരാധനയുണ്ട്, ദിവ്യബലിയുണ്ട്, വർഷാവസാന പ്രാർത്ഥനയുണ്ട്, വർഷാരംഭ പ്രാർത്ഥനയുണ്ട്. അതിൽ ഈ 1 മണിക്കൂർ ആരാധനയ്ക്ക് സഹായിക്കാൻ ബേബി ജോൺ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വരാം അച്ഛ എന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ പറഞ്ഞു, ബേബിച്ചൻ വരുമ്പോൾ ഓർഗനൊന്നും കൊണ്ടുവരണ്ട, ഓർഗൻ പ്ലേ ചെയ്യാനുള്ള ആൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഡിസംബർ 31 ഒരു 4 മണിയോടുകൂടി ഞാൻ ആ ദേവാലയത്തിലെത്തി. അന്ന് വൈകിട്ടാണ് ഈ ആരാധനയൊക്കെ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ആ ഓർഗൻ പ്ലേ ചെയ്യുന്ന ആളെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് പാട്ടുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, രാത്രി ആരാധനയൊക്കെ ഉണ്ടല്ലോ. അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇടവകയിലുള്ള ഒരു യുവാവിനെ വിളിക്കുകയാണ്. യുവാവിനെ വിളിച്ചു. രാത്രിയിൽ ആരാധനയുണ്ട്, ബലിയർപ്പണമുണ്ട്, അതിൻ്റെ പാട്ടിന് വേണ്ടി പ്ലേ ചെയ്യാൻ ഓർഗനുമായിട്ട് വരണമെന്ന് അച്ഛൻ ആവശ്യപ്പെട്ടു. പക്ഷേ മറുപടി അച്ഛനോട് ആ യുവാവ് പറഞ്ഞത്, അച്ഛാ, സോറി, ഇന്ന് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ യുവാവ് പറഞ്ഞു, മമ്മി പറഞ്ഞത് ഇന്ന് പോകണ്ട, നാളെ രാവിലത്തെ കുർബാനയ്ക്ക് പോയി പ്ലേ ചെയ്തോളാൻ പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, എന്താ കാര്യം? ആ മമ്മി അങ്ങനെയാണ് പറയും, ഇന്ന് പോകണ്ടെന്നാണ് പറയുന്നത്. ഉടനെ അച്ഛൻ പറഞ്ഞു, എന്നാലും മമ്മിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മമ്മിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. മമ്മിയെ നേരിട്ട് അച്ഛൻ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അവർ പരിചയമുള്ള കുടുംബമായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, മമ്മിയെ, മോനെ പെട്ടെന്ന് വിടണം, രാത്രി ആരാധനയും കുർബാനയൊക്കെ ഉള്ളതാണ്, പാട്ട് പ്രാക്ടീസ് ചെയ്യണം. ഉടനെ ഈ മമ്മി പറഞ്ഞു, സോറി ഫാദർ. ചോദിച്ചു, എന്താ? അച്ഛാ, ഇന്നും വിടില്ല അച്ഛാ, നാളെ രാവിലെ ആവും വന്ന് പ്ലേ ചെയ്തോട്ടെ. അല്ല, എന്താ കാര്യം? ഉടനെ മമ്മി പറഞ്ഞു, അച്ഛാ, രാത്രിയിൽ അവൻ ഒത്തിരി ഉറക്കളയ്ക്കണ്ടേ അച്ഛാ, അത് ബുദ്ധിമുട്ടാണ്. എന്താ കാര്യം? അവനെന്തെങ്കിലും അസുഖം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ടല്ല അച്ഛാ. പിന്നെ വീണ്ടും വീണ്ടും അച്ഛൻ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു, അച്ഛാ, ഇന്ന് രാത്രി ഉറക്കളച്ചാൽ നാളെ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ അവൻ ഉറങ്ങും, അവൻ്റെ ക്ലാസ് മിസ്സാകും. ഉടനെ അച്ഛൻ പറഞ്ഞു, മമ്മി എന്താ ഇങ്ങനെ പറയുന്നേ? ഒരു മോൻ
അവൻ ദൈവത്തിൻ്റെ കാര്യത്തിനല്ലേ. ദൈവാലയത്തിൽ വന്ന് ഒരു രാത്രി അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഉറക്കളച്ച എന്താ കുഴപ്പം? മാത്രമല്ല അതുവഴി വലിയ അനുഗ്രഹങ്ങളല്ലേ ലഭ്യമാകുന്നത്. മമ്മി പറഞ്ഞു, ഇല്ല അച്ഛാ, ക്ലാസ് മിസ്സാകാൻ പറ്റുകയില്ല, അതിന് നാളെ രാവിലെ വന്നോട്ടെ, നാളെ 1-ാം തീയതി ആണല്ലോ. അച്ഛൻ പറഞ്ഞു, ഇന്നായിരുന്നു ആവശ്യം. മമ്മി പറഞ്ഞു, അച്ഛാ, എത്ര ലക്ഷം കൊടുത്താ അച്ഛാ ഒരു അഡ്മിഷൻ വാങ്ങിയത്, അതുകൊണ്ട് ക്ലാസ് മിസ്സാകാൻ പറ്റില്ല, അവൻ അങ്ങനത്തെ കോഴ്സാണല്ലോ പഠിക്കുന്നത് എന്ന് മമ്മി പറഞ്ഞു. അച്ഛൻ അവിടെ ഫോൺ വെച്ചു. ഞാൻ ചോദിച്ചു, എന്താ അച്ഛാ? ഉടനെ അച്ഛൻ നിരാശയോടെ പറഞ്ഞു, ബേബിച്ചൻ കീബോർഡ് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. മമ്മി പറയുന്നത് മോനെ വിടിയല്ല, നാളെ രാവിലെ വിട്ടോളാം എന്നൊക്കെയാണ് പറയുന്നത്. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല അച്ഛാ, അതേ ഓർഗൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് പാട്ടുപാടി ആരാധന നടത്താം. അങ്ങനെ ഓർഗൻ ഒന്നുമില്ലാതെ ഞങ്ങൾ ആ രാത്രിയിൽ ദൈവസ്തുതി ഗീതകൾ പാടി ആരാധന നടത്തി. പ്രിയരെ, ആ സമയത്ത് അച്ഛൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ദൈവം തന്ന ദാനങ്ങളാണ് മക്കളെന്ന് പലർക്കും ചിന്തയില്ല. അവർക്ക് അനുഗ്രഹങ്ങൾ മാത്രം മതി, അനുഗ്രഹദാതാവിനെ വേണ്ട. ആ ദൈവത്തിന് വേണ്ടി ഒന്ന് നിലകൊള്ളാൻ ആ മകനെ പറഞ്ഞു വിടേണ്ട മമ്മിയാണ് പറഞ്ഞത് അവന് പഠിക്കാനുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ ഉപരിയാണ് പഠനത്തിന് മൂല്യം കൊടുക്കുന്നത്. ഏതായാലും ഈ ചിന്ത എനിക്ക് കിട്ടിയപ്പോൾ ഞാനും ഓർത്തു, ഈ അമ്മയുടെ ഉദരത്തിൽ ഈ കുഞ്ഞിനെ ഉരുവാക്കിയത് ദൈവമല്ലേ? അവനെ വളർത്തിയത്, അവന് വേണ്ട ചിന്തയും ബുദ്ധിയും ഭാവനയും അറിവുമെല്ലാം പ്രദാനം ചെയ്ത ദൈവസ്നേഹം. അവർക്ക് ഈ കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി ദൈവം. ആ കുഞ്ഞിന് വേണ്ട, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അതിനുവേണ്ടി സമ്പത്ത് ഒരുക്കി ദൈവം. ജോലി കൊടുത്തു, ഭവനം കൊടുത്തു, വലിയ ചുറ്റുപാടുകൾ കൊടുത്തു. അപ്പോൾ ആ ദൈവത്തോട് എന്തുമാത്രം നന്ദിയോടുകൂടി ആയിരിക്കേണ്ടതാണ് എന്ന് ഞാൻ ചിന്തിച്ചു. പഠിക്കരുതെന്നല്ല, വിദ്യാഭ്യാസം വേണ്ടെന്നുമല്ല, പക്ഷേ ദൈവത്തിന് കൊടുക്കേണ്ട സമയം, ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, അത് എപ്പോഴും പ്രാധാന്യമുള്ളതാണെന്നുള്ള തിരിച്ചറിവ്. ഏതായാലും ആ ചിന്തയിൽ നിന്ന് ഉണർവായ ഈരടിയാണ്, ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞുപോയോ? പൊന്നുകുഞ്ഞെ, ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതെ ആരും നിന്നെ രക്ഷിക്കാനുള്ളൂ. ഇനി ആ ഗാനം ആലേഖനം ചെയ്യപ്പെടാനുള്ള കാരണത്തിലേക്ക് കടന്നു വരികയാണ്. പ്രശസ്ത ഭക്തിഗാന സംഗീത സംവിധായകനായ പീറ്റർ ചേരാനല്ലൂർ, അദ്ദേഹത്തോടൊപ്പമാണ് കൂടുതലും ഈ ഗാനമേഖലയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അനേകം ഗാനങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്യുവാൻ ദൈവം അനുഗ്രഹം നൽകി. അങ്ങനെ ഞങ്ങൾ സത്യം ഓഡിയോസിനു വേണ്ടി പ്രപഞ്ച സത്യം എന്ന് പറയുന്ന ഒരു ഗാനസമാഹാരത്തിൻ്റെ ഒരുക്കത്തിൽ എറണാകുളത്ത് അമ്പലത്തുള്ള ബഹുമാനപ്പെട്ട ടോബിൻ തച്ചങ്കരി സാറിൻ്റെ റിയാൻ സ്റ്റുഡിയോയിൽ ഞങ്ങളിങ്ങനെ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്ത് അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങളെ കാണാൻ 2 പേര് വന്നു. അതിലൊന്ന് കരുമാടിക്കുട്ടൻ എന്ന സിനിമ നിർമ്മിച്ച ചാലക്കുടിയിലുള്ള സാംസൺ എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. അപ്പോൾ അവർ അടുത്ത സിനിമ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവർ റിയാനിൽ എന്തോ റെക്കോർഡിംഗ് ആയിട്ട് വന്നതാണ്. ആ സമയത്താണ് ഞങ്ങളവിടെ ഇരുന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങളെ പരിചയപ്പെട്ട് ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിന്നുണ്ടായി. ഞങ്ങൾ ആ സമയത്ത് ഒരു തീരുമാനമെടുത്തിരുന്നു, സിനിമയ്ക്ക് വേണ്ടി ചെയ്യാം, പക്ഷേ അത് ആത്മീയ മൂല്യമുള്ള ഗാനങ്ങളായിരിക്കണം. അതായത് ഈ ഭക്തിഗാനത്തിന് അനേക ഹൃദയങ്ങളെ ഒരുപാട് സന്തോഷവും സമാധാനവും നൽകുന്ന അനുഭവത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തീരുമാനമെടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ ഈ സാംസജിയോട് പറഞ്ഞു, ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്യാം, പക്ഷേ സിനിമയിൽ ഭക്തിഗാനം ഉണ്ടായി ചെയ്യാം എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരു പുതിയ സിനിമ ചെയ്യുന്നുണ്ട്, ജയറാമിനെ വെച്ചാണ് ആ സിനിമ ചെയ്യുന്നത്, വൈറ്റ് കോളർ ശിവസുബ്രഹ്മണ്യം, ഇതാണ് ആ സിനിമയുടെ പേര്. അതിനകത്തൊരു ഭക്തിഗാനം ആവശ്യമുണ്ട്. ഞാൻ ചോദിച്ചു, സിറ്റുവേഷൻ എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു അനാഥാലയത്തിൻ്റെ രക്ഷകനായ ഒരു വൈദികൻ
ആ വൈദികൻ അനാഥാലയത്തിലെ അന്തേവാസികളോട് ഒരു സാരോപദേശ ഗാനം പാടി അവരെ സാരോപദേശം പഠിപ്പിക്കുന്ന ഒരു ആശയമാണ് വേണ്ടത്. പെട്ടെന്ന് ഞാൻ ഓർത്തു, എൻ്റെ കയ്യിലുള്ള ഈ രചന ഇതാണ് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയായത് ഞങ്ങൾ പിന്നെ ആ സിനിമയ്ക്ക് വേണ്ടി ഈ ഭക്തിഗാനം ചെയ്യാം എന്ന തീരുമാനത്തിലൊക്കെ ആയി. അങ്ങനെ ഞാനും പീറ്ററും ഒരു ദിവസം രാവിലെ പള്ളിയിലൊക്കെ പോയി പരിശുദ്ധ ബലിയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരികെ വന്ന് ഞങ്ങൾ കൈ കൊടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ ഈ പാട്ട് എടുത്ത് ഞാൻ പീറ്ററിന് കൊടുത്തു. പീറ്റർ അത് നോക്കി, വെറുതെ നോക്കി, ഏതാനും മിനിറ്റുകൾ മാത്രം നോക്കിയിട്ട് പീറ്ററിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു ട്യൂൺ ഒഴുകുകയാണ്. ദൈവത്തെ മറന്നു കുഞ്ഞ് ജീവിക്കരുതേ. പ്രിയരെ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം ആ പാട്ടിന് ഈണം കൊടുത്തു. അതിൻ്റെ പോളിച്ചേട്ടൻ അതിനു വേണ്ടി നല്ല ഓർക്കസ്ട്ര ഒരുക്കി, തൃശ്ശൂർ പോളിച്ചേട്ടൻ. പിന്നീട് നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരനായ ദാസേട്ടൻ്റെ കണ്ഠനാളങ്ങളിലൂടെ ഒരു സ്നേഹസാരോപദേശമായി, ഒരു സ്നേഹത്താരാട്ടായി ആ ഗാനം ഒഴുകി. ചിത്രചേച്ചിയും ഈ ഗാനം പോപ്പുലറായെങ്കിലും ആ സിനിമ എന്തുകൊണ്ടോ മുടങ്ങിപ്പോയി, പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ഗാനം അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും പകർന്നു എന്നെ എനിക്കറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ആ ഗാനത്തിൻ്റെ അന്ന് എവിടെയോ ഒരു കുടുംബത്തിൽ സംഭവിച്ച അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എഴുതപ്പെട്ട ഈ രചന സിനിമയ്ക്ക് വേണ്ടി മാറ്റപ്പെട്ടു. അത് ഗാനഗന്ധർവൻ്റെ നാദത്തിലൂടെ പുറത്തു വന്നു. അങ്ങനെ ആ ഗാനം ഇന്ന് യൂട്യൂബിലൊക്കെ നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ സോണി മ്യൂസിക്കാണ് ആ ഗാനം എടുത്തിരിക്കുന്നത്. അനേക ഹൃദയങ്ങൾക്ക് അതൊരു ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനും വ്യക്തിപരമായി അത് ധ്യാനിക്കാറുണ്ട്. കാരണം എന്നോട് തന്നെ പറയണം, ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ എന്ന് എന്നോട് തന്നെ പറഞ്ഞ് ഞാനത് ധ്യാനിക്കാറുണ്ട്. പ്രിയരെ, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം. അനേക ഹൃദയങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഒരുപാട് സങ്കീർണം നിറയുമ്പോൾ, ഒരുപാട് മക്കളൊക്കെ ഒരു പക്ഷേ വഴികൾ മറന്നു പോകുമ്പോൾ അവരുടെ എല്ലാ ഹൃദയത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലായി, ഒരു സ്നേഹത്താരാട്ടായി ഈ ഗാനം മുഴങ്ങുവാൻ വലിയ പ്രാർത്ഥനയുടെ നിറവ് നിങ്ങൾ നൽകണം. നമുക്ക് ഒരുമയോടെ നീങ്ങാം. നമ്മുടെ ഹൃദയവും മന്ത്രിക്കട്ടെ. നമുക്ക് നമ്മോട് തന്നെ പറയാം, ഒപ്പം ചുറ്റുമുള്ള ബാലകൗമാര യൗവന വഴിത്താരകളിലൊക്കെ ഇത് പകർന്നു കൊടുക്കാം.